ഇതാവട്ടെ, നമുക്ക് വണ്ടി ഓടിക്കാൻ പോയാലോ? ഏത് വണ്ടി ഓടിക്കണ്ടേ? ഈ കുഞ്ഞു വണ്ടി ഓടിച്ചാൽ മതി, ചെറിയ വണ്ടി, ഈ മഞ്ഞക്രോളറോ? പക്ഷെ എവിടെ ഓടിക്കും? വാഗമണ്ണില്. അവര് വാഗമണ്ണിലാണ് ഞങ്ങൾ വണ്ടി ഓടിക്കാൻ പോകുന്നതെന്ന് അറിയാട്ടോ. പക്ഷെ ഇഹാൻകുട്ടനായിട്ട് വാഗമണ്ണിൽ പോയി കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ഈ ടൈപ്പ് ഹോബി ഗ്രേഡ് വണ്ടികൾ ഓടിക്കാൻ വേണ്ടി നമ്മൾ കോട്ടയത്ത് ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് റെഡി ആയാലോ? അപ്പൊ റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇതേ പുറകിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ശരിക്കും ഒരു ഓഫ് റോഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രോളിംഗ് എക്സ്പീരിയൻസ് ഇഹാൻകുട്ടിന് കൊടുക്കണമെങ്കിൽ നമ്മൾ വാഗമണ്ണിലൊക്കെ പോകേണ്ടി വരും. പക്ഷെ അവിടെ ഇവനെ കൊണ്ട് പറ്റത്തില്ല അത്രയും വലിയ കയറ്റമൊന്നും കയറാൻ. അതുകൊണ്ട് തന്നെ ആ ഒരു ഫുൾ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇന്ന് പോകുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് ഏറ്റുമാനൂർ ഹാങ് ഔട്ടിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അവിടെ ആരൊക്കെ വരുന്നുണ്ടെന്ന് ഇഹാൻകുട്ടൻ പറഞ്ഞു തരും. ആരവിടെ വരുന്നത്? കോപ്റ്റർ ബോയും. അപ്പൊ കോപ്റ്റർ വരുമെന്ന് എനിക്ക് അറിയത്തില്ല, കുറച്ച് തിരക്കിലാണ്. അപ്പൊ പുള്ളി വരുവാണെങ്കിൽ നമ്മൾ പുള്ളിക്കാരനെ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മളാണ് കേട്ടോ അവിടെ ഫസ്റ്റ് വണ്ടി ഓടിക്കാൻ പോകുന്നത് ഇന്ന്. അതായത് 20-ാം തീയതി ഇനാഗുറേഷൻ നടന്നിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ പോയാലോ? റെഡി? റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇഹാൻകുട്ടൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഹാങ് ഔട്ട്. അപ്പൊ എന്തായാലും ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് അവനെ ഉറക്കം ക്ഷീണം തീർന്നു കഴിഞ്ഞിട്ട് നമ്മളവിടെ ഇറങ്ങുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മൂഡ് ഓഫ് ആയിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും അകത്തെത്തിക്കുമ്പോഴത്തേന് ഞാൻ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ശരിക്കും ഈ ഒരു RC ട്രാക്ക്, RC കൾച്ചർ എന്നാണ് പേര്. അത് ഉള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്ത് ഏറ്റുമാനൂർ ഹാങ് ഔട്ട്. അപ്പോൾ നിങ്ങൾ കോട്ടയം MC റോഡിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റോഡിന്റെ സൈഡിൽ തന്നെയാണ് MC റോഡിന്റെ. അപ്പോൾ ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. എഴുന്നേക്കണ്ടേ? വണ്ടി ഓടിക്കാൻ പോകണ്ടേ? ബിബിനങ്ങളൊക്കെ അവിടെ വന്നു. നമുക്കൊന്നോട്ട് പോയാലോ? ഇത് കണ്ടോ, അവിടെ വണ്ടികളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുക. പോവാ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ നമ്മുടെ ട്രാക്കിലോട്ട് പോവാണ്. ബാ, ലെറ്റ്സ് ഗോ. ഉറക്കം എഴുന്നേറ്റ് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്ക്. ഡോറടയ്ക്ക് അടയ്ക്കടാ. എടാ മാക്രി. അയ്യോ, ഞാൻ വണ്ടി ഓഫ് ചെയ്തു. അപ്പോൾ നമുക്കിത് വണ്ടിയും കൂടെ എടുക്കാം. റിമോട്ട് എടുത്ത് അവൻ്റെ തന്നെ കൊടുത്തേക്കട്ടെ. എന്നാ ഇത് പിടിച്ചോ എന്നാ. അപ്പോൾ നമ്മളിത് വണ്ടിയും കൂടെ എടുക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോകാണ് കേട്ടോ. ഇതിനകത്ത് തന്നെയാണ്, 3ാമത്തെ ഷോപ്പാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ട്രാക്കിൻ്റെ പേര്. ഇതാണ് നമ്മുടെ ട്രാക്ക്. ഇതാണ് നമ്മുടെ ട്രാക്കിന്റെ സൂത്രധാരൻ കേട്ടോ. ഒരാളും കൂടെ ഉണ്ട്, ഞാൻ ആളെ പരിചയപ്പെടുത്തരാം. അപ്പൊ നിങ്ങളിപ്പോ നോക്കുവാണെങ്കിൽ ഇത് ഇത്രയും ഒബ്സ്റ്റക്കിൾസ് ആണ് നമുക്കുള്ളത്. പല ടൈപ്പ്, പല വേരിയന്റ്, അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യേണ്ട സാധനങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ ബിബിൻ ചേട്ടൻ തന്നെ ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് ഒരു യുണീക്ക് ട്രാക്ക് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് കോട്ടയത്തെ ഫസ്റ്റ് ഓഫ് റോഡ് ക്രോളിംഗ് ട്രാക്കാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, നിങ്ങൾ ഇന്ന് ഓടിക്കുന്ന ട്രാക്ക് ആയിരിക്കില്ല ചിലപ്പോൾ 1 മാസം കഴിയുമ്പോൾ. കാരണം ഇതിൽ കുറെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇവരുടെ ഒരു ടീം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ വണ്ടി ഇവിടെ ഉള്ളതെന്ന് നോക്കി. ഈ വലിയ വണ്ടി ഉണ്ടോ? വലിയ വണ്ടി. ഇതേത് വണ്ടിയാടാ? ക്രോളറാണോ? ഇവിടുത്തെ വണ്ടികളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ MJXന്റെ ഹൈപ്പർഗോ ആണ്. അതുപോലെ ഇതും MJXന്റെ സെയിം തന്നെയാണ്, ബ്രോങ്കോ. അതുപോലെ തന്നെ ഇത് വേറൊരു കളർ. ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ള് കസ്റ്റം ചെയ്ത വണ്ടിയാണ് കേട്ടോ. ഇവരുടെ ബ്രാൻഡിങ്ങിൻ്റെ പോലെ തന്നെ ഫുള്ള് കസ്റ്റം ചെയ്താണ്. അത്യാവശ്യം എനിക്കൊന്ന് ഡൂഡിൽ ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു. ഇത് തന്നെ ആരാ ചെയ്തേ? മോൾ ചെയ്തതാണ് കേട്ടോ. അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഏത് വണ്ടിയാണെന്നാണ് ആലോചിച്ചത്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ട് നമുക്ക് ഓടിക്കാനുള്ളത് ഈ 3 വണ്ടികളാണ്. ഇത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് ബിബിൻ ചേട്ടൻ്റെ പേഴ്സണൽ കളക്ഷനിലുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ബ്രാൻഡ് ന്യൂ സാധനമാണ്. MJXന്റെ HT8 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഈ ടൈപ്പ് ഹോബി ഗ്രേഡ് വണ്ടികൾ, ഇപ്പോൾ ഇന്ന് കാണുന്ന വണ്ടി ആയിരിക്കില്ല ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ വണ്ടികളൊക്കെ നിങ്ങൾക്ക് കാണാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ പറ്റും. അതുമല്ല, നമ്മുടെ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഈ ഒരു ട്രാക്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഫസ്റ്റ് വണ്ടി ഓടിക്കാൻ പോകുന്നത് ഈ ഹാങ്കുട്ടനാണ് കേട്ടോ. റെഡിയാണോ? റെഡിയാന്ന് പറ. റെഡി. എന്നാൽ ബിബിനങ്ങളോട് ചോദിക്കും, വണ്ടി തരാൻ പറ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓടിക്കാൻ പോകുന്നത് നമ്മുടെ വണ്ടിയല്ല കേട്ടോ. കാരണം ഇതിപ്പോൾ നമ്മൾ ഓടിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു കസ്റ്റം ചെയ്ത വണ്ടിയാണ് ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ ഓടിക്കുന്നതിന് ബിഞ്ചടാ നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് എത്ര മണി തൊട്ട് ഇവിടെ അവൈലബിൾ? നമ്മൾ നോർമലി 5 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. 5 മണി തൊട്ടാണ് ഇവിടെ എനിക്കൊന്ന് ലൈവ് ആകുന്നല്ലേ? ഓക്കെ. 5 മണി തൊട്ട് നമുക്ക് തിരക്ക് ഉള്ള സമയത്ത് ഒരു ചിലപ്പം 1 മണി 2 മണി. ഇവിടെ എപ്പോഴാണോ MD ആകുന്നത് അത്രയും ടൈം നമുക്കുണ്ട്. ഓക്കെ. അപ്പം നൈറ്റാണ് ഇവിടെ കൂടുതൽ ആക്റ്റീവ് ആകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് താഴെ കൊടുത്തിട്ടുണ്ട്. അതുമല്ല വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്ന ഇത് കണ്ടല്ലോ, 149 രൂപയാണ് 15 മിനിറ്റ്. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് തീരുന്നു. പക്ഷേ 15 മിനിറ്റ് ഒരുപാടാണ് കേട്ടോ. കാരണം നമുക്ക് ഈ ഒബ്സ്റ്റക്കിൾസ് ഒന്നും പെട്ടെന്ന് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം സമയമെടുക്കും. അതുപോലെ തന്നെ ആഡ് ഓൺ ഉണ്ട്. നമുക്ക് 49 റുപ്പീസ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ 10 മിനിറ്റ്സ് ആഡ് ഓൺ ചെയ്യാം. അത് എത്ര വേണമെങ്കിലും ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾ സ്വന്തം കാർ കൊണ്ടുവരുവാണെങ്കിൽ സെയിം താരിഫ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് കാർ ഇല്ലെങ്കിൽ ഇവിടുന്ന് കാർ പ്രൊവൈഡ് ചെയ്യുവേ. അവനെ ഒന്ന് പൊക്കി മുകളിലോട്ട് നിർത്തിക്കോ. ഇവിടെ വണ്ടി ഓടിച്ചോ. പിള്ളേരാണെങ്കിൽ അവർക്ക് കുറച്ച് ഹൈറ്റ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മറിക്കോടാ. മറിച്ചാ ബിബിനങ്ങൾ വല്ലതും പറയുമോ? ഇല്ല, ബിബിനങ്ങൾ പാവാ. വണ്ടി മറിഞ്ഞെന്നും പറഞ്ഞ് ഇന്ന് സീനൊന്നുമില്ല കേട്ടോ. അത്രയും സേഫ് ആയിട്ടാണ് നമ്മൾ ഈ ട്രാക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ സ്പീഡും കാര്യങ്ങളൊക്കെ ചേട്ടൻ അത്യാവശ്യം ഒന്ന് ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പീഡ് കുറച്ചിട്ടാണ് മതി. മാക്സിമം കുറച്ചിട്ടോ, കുഴപ്പമില്ല. കാരണം ഞാൻ അങ്ങോട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചേക്കുന്ന മൊത്തം
ഏറ്റവും പതിയെ ക്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾക്കിപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഹോബി ഗ്രേഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഫുള്ള് ട്യൂൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ദേ ഓടിച്ചു നമ്മുടെ റിമോട്ട് കൈമാറിയിട്ടുണ്ട്. എടാ റെഡിയാണോ? ചേട്ടൻ പറഞ്ഞു തരും ഇതിലേ പോകേണ്ടതെന്ന്. ഫസ്റ്റ് ഒബ്സ്റ്റക്കിള് ഉണ്ടല്ലോ, അവന് കോൺഫിഡൻസ് ഇല്ലാത്ത സ്ഥലത്തോട്ട് അവൻ എന്താണെങ്കിലും സ്പീഡിൽ പോകത്തില്ല, പെട്ടെന്ന് ത്രോട്ടിൽ കൊടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ യാങ്കുട്ടനെ ട്രെയിൻ ചെയ്തേക്കുന്നത്. ഇതുണ്ടല്ലോ, സൈഡിലോട്ട് പോകുമ്പോൾ പതിയെ റിവേഴ്സ് എടുത്ത് സെൻറ്ററിൽ കൊണ്ടുവരണേ. ചേട്ടൻ പറഞ്ഞു തരുന്ന പോലെ ഓടിച്ചോട്ടോ. ഉണ്ടല്ലോ, ശരിക്കും വണ്ടി സ്പീഡിൽ ഓടിക്കുന്ന ആർക്ക് വേണേലും ഓടിക്കാം, ചുമ്മാ ത്രോട്ടിൽ കൊടുത്താൽ മതി. പക്ഷെ പതിയെ ഓടിക്കാൻ നമ്മുടെ റിയൽ വണ്ടികൾക്കുള്ള പോലെ തന്നെ പതിയെ ഓടിക്കാനാണ് ടാസ്ക് കേട്ടോ. വണ്ടി അത്യാവശ്യം കറങ്ങിയൊക്കെയാണ് കയറുന്നത്, പക്ഷെ നല്ല രസമുള്ള, അത്യാവശ്യം നമുക്ക് ടെൻഷൻ അടിക്കുന്ന ഒബ്സ്റ്റക്കിളാണ് കേട്ടോ ഇതൊക്കെ. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഒബ്സ്റ്റക്കിള് വളരെ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടവും വളരെ സക്സസ്ഫുൾ ആയിട്ട് കടഞ്ഞിട്ടുണ്ട്. പോട്ടെ അവിടെ ഇച്ചിരി പാടാട്ടോ, ഓടിച്ചു. ഇത് സത്യം പറഞ്ഞാൽ നല്ല ടാസ്ക് ആണ് കേട്ടോ. അവൻ അവിടെ നിന്ന് വ്യൂ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ അവിടെ നിന്ന് അവന് വ്യൂ അങ്ങനെ കിട്ടുന്നില്ലാത്തതുകൊണ്ട് നമ്മളിത് പാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ അതുപോലെ തന്നെ റിനോഷ് ആയിരിക്കും നമ്മുടെ ഇവിടെ ആള്. RC കാറിന്റെ ഒരു എക്സ്പേർട്ട് ആണ് കേട്ടോ. ഓ താഴെ പോവോ? ഓടിച്ചോ കുഴപ്പമില്ല, താഴെ പോയാലും കുഴപ്പമില്ല. അയ്യോ, അത് ടാസ്ക് ആണ് കേട്ടോ. എന്തൊക്കെയോ ഞാൻ കൊണ്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ എടുത്തോ ഫ്രണ്ടും ബാക്കും എടുത്തു. എൻ്റെ പൊന്നെ, ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനമാണ്. വണ്ടി താഴെ പോയില്ലോ എന്നൊക്കെ അവനിച്ചിരി ടെൻഷനുണ്ട്. കുഴപ്പമില്ല, വണ്ടി താഴെ പോയാലും കുഴപ്പമില്ല കേട്ടോ. ഓ ദേ, അങ്ങനെ നിങ്ങളുടെ ട്രാക്കിലെ ഫസ്റ്റ് വണ്ടി മറിക്കൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, വണ്ടി സെറ്റ് ചെയ്താൽ നമുക്ക്. അപ്പോൾ എന്താണെങ്കിലും അതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലേ. അപ്പം ഇതൊക്കെയാണ് ശരിക്കും ഇതിനകത്തുള്ള ടെൻഷൻ. ഇപ്പോൾ ഈ വണ്ടി ഇതിപ്പോൾ നമ്മുടെ വണ്ടി അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് മറിഞ്ഞാലും, ഇതിപ്പോൾ നമ്മുടെ വണ്ടി അല്ലെങ്കിൽ പോലും വണ്ടി മറിയാൻ പോലുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു വരുന്ന ആ ഒരു ആങ്സൈറ്റി സാധനമൊക്കെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കോട്ടയത്ത് ഏറ്റുമാനൂർ ഹാങ് ഔട്ടിലാണ് കേട്ടോ. ഓരോ ഒബ്സ്റ്റക്കിളും ഓരോ ടൈപ്പാണ്. ഒരെണ്ണം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഭയങ്കര റിലീഫ് ആവും, പക്ഷെ അടുത്തത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും അതിനേക്കാളും വലിയ ടെൻഷനും ആവും. ആ കാണുന്ന സൈക്കിൾ ചെയിനെ കൂടിയാണ് കേട്ടോ. അത് ഹാങ്കൂട്ടൻ എങ്ങനെ എടുക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ബിബിൻ ചേട്ടൻ എന്താണല്ലോ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നേരെ പോട്ടെ. ഫ്രണ്ട് വീല് മാത്രം നോക്കിയാൽ മതി അല്ലേ? ഇത് വണ്ടി താഴെ പോയി കഴിഞ്ഞാൽ അവനെ ഞാൻ കുറ്റം പറയത്തില്ല കേട്ടോ, പറഞ്ഞു കൊടുക്കുന്ന ആളെ പറയത്തുള്ളൂ. ചുമ്മാ പറഞ്ഞാൽ കേട്ടോ. മറിയലും അതുപോലെ തന്നെ വണ്ടി ഡാമേജ് ആയാലും ഒക്കെ ഇതിനകത്തുള്ളതാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ വണ്ടി ഓൺ ചെയ്യുന്നില്ലെങ്കിൽ പോലും വണ്ടിക്ക് എത്രയൊക്കെ കേപ്പബിലിറ്റി ഉണ്ട്, വണ്ടിക്ക് എന്തൊക്കെ പെർഫോമൻസിൽ എന്തൊക്കെ. ഓ ആരാ പറഞ്ഞു തന്നെ വിവരങ്ങളല്ലേ? വിവരങ്ങൾ പറഞ്ഞു തന്നതിന്റെ കുഴപ്പം. അതേ വണ്ടി ഇരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഓടിക്കല്ലേ. അപ്പൊ അതെ ട്രാക്ക് മാസ്റ്റർ നമുക്ക് സെറ്റ് ചെയ്താ. അപ്പൊ റിനോഷ് വണ്ടി വീണ്ടും സെറ്റ് ചെയ്യുന്നു. അത് ഇപ്പുറത്തോട്ട് വെച്ചു. അല്ലാതെ വെച്ചോ. അടുത്ത് ഈ ഒരു സാധനമാണ്. ഇതിനകത്ത് വലിയ കുഴപ്പമൊന്നും വരത്തില്ല, നേരെ തന്നെ പോന്നാൽ മതി. പക്ഷെ അവൻ എങ്ങനെ എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാട്ടോ. ഫുൾ എഡ്ജിലോട്ടൊക്കെ പോയിട്ടോ തിരിയുന്നത്. ഇവിടെയൊക്കെ ശരിക്കും നേരെ ഓടിക്കുന്നതിന് പകരം പുള്ളി എന്തൊക്കെയോ പ്ലാൻ, അത് എന്ത് പ്ലാൻ ആയാലും ഫെയിൽ ആയാലും സക്സസ് ആയാലും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വണ്ടി ഇവിടെ വന്ന് പാർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്നാലും സൂപ്പർ. അപ്പം ഇവരാണ് കേട്ടോ നമ്മുടെ ടീം, നമ്മുടെ RC കൾച്ചറിലെ ടീമാണിത്. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? സാവിയോ, റിനോഷ്, സിദ്ധാർത്ഥാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചേട്ടാ എന്താണേലും അടിപൊളി. ഇനി മിക്കവാറും എല്ലാ ദിവസവും വൈകുന്നേരം, എല്ലാ ദിവസവും വരാൻ പറ്റത്തില്ല കേട്ടോ, ഒരു ദിവസം ഉള്ളൂ.
ഇപ്പോഴങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് സീനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.